എല്ലാവർക്കും നമസ്കാരം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞതിൽ കേരള ജനത വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, അതായത് ആ ബസ്സിന് കരിങ്കൊടി പൊക്കി കാണിച്ച ചെറുപ്പക്കാർക്കിട്ട് പൊതിര തല്ലുന്ന അതിനെക്കുറിച്ചൊരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നത് അത് വളരെ യോഗ്യമായി ഉചിതമായി പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ചെറിയ തോതിൽ ഉള്ളിൽ മാത്രം രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരുമൊക്കെ അങ്ങനെയുള്ള ആളുകളെ അവരുടെ ഉള്ളിൽ ഭയങ്കരമായ രോഷവും അമർഷവും വിദ്വേഷവും പോലീസിനോട് പകയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മർദ്ദനമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ചെയ്തത്. ഒരിക്കലും സ്വന്തം സഹോദരങ്ങൾക്കോ മക്കൾക്കിട്ടോ ഒന്നും അത്തരം അടി അടിക്കുകയല്ല ആരും. ഞാനത് ഓരോ ദിവസവും വീഡിയോ കാണുമ്പം ഇന്നും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ ആ രംഗങ്ങൾ. അവന്മാരിങ്ങോട്ട് വന്നിറങ്ങിയിട്ട് എന്നെ അടി അടിക്കുന്നത് തലങ്ങും വിലങ്ങും മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാത്തുള്ള അടിയല്ലേ അടിക്കുന്നത്. അത് ഓരോ ദിവസവും ഇങ്ങനെ വീഡിയോകൾ കാണും തോറും അവന്മാരോട് അറപ്പും വെറുപ്പും പകയൊക്കെ തോന്നിപ്പോവും. അധികാരവും അഹങ്കാരവും സ്വജനപക്ഷപാതവും എല്ലാം കൂടെ ഞരമ്പിനകത്തും മാംസത്തിനകത്തും അസ്ഥിക്കകത്തും ഒക്കെ കയറി കഴിഞ്ഞിട്ട് എന്നെ ചെയ്യണം. ഇപ്പം നമ്മൾ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കഴിയുമ്പോൾ ആരുടെ മുതുകത്ത് ഉരുണ്ട് കയറുന്നു എന്ന രീതിയിലുള്ള ചിന്ത വന്നിട്ട് ഇറങ്ങി അടിക്കുന്ന അടി. ഈ അടിക്കുന്നവന്മാർ ധരിച്ചിരുന്നത് സ്റ്റാലിൻ ഭരിക്കുന്ന റഷ്യയാണ് കേരളം എന്നാണോ, അതോ ഫിഡൽ കാസ്ട്രോ ഭരിക്കുന്ന ക്യൂബയാണെന്നാണോ, അതോ കിമ്മ് ഭരിക്കുന്ന ഉത്തര കൊറിയ എന്നാണോ ഇവന്മാർ ധരിച്ചു വച്ചിരുന്ന കേരളം? എന്നതാണേലും അന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനൊരു മാറ്റം വരുമെന്ന് ചിന്തിക്കാൻ പോലും മേലാത്ത രീതിയിൽ ഇവൻ്റെയൊക്കെ ഉള്ളിൽ അഹങ്കാരം നിറയുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പ്രേരക ശക്തി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഗൺമാനൊന്നും ഇറങ്ങി അടിക്കേണ്ടതായ ഉത്തരവാദിത്വമോ ഒന്നുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഒന്നും ചെന്നില്ല. ഈ കരിങ്കൊടി എന്ന് പറഞ്ഞൊരു സാധനം മാത്രമല്ല ഉള്ളൂ. എന്നിട്ട് പോലും ഇതുപോലെ മൃഗീയമായി അടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവന്മാർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിപ്പെട്ടവരല്ലാത്ത, ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായോട്ടെ അങ്ങനെയുള്ള ഇവരെ എടുത്തിട്ട് ചതയ്ക്കണം എന്ന് ഇവന്മാർ നേരത്തെ ഒന്നെങ്കിൽ തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ഇവർ കടുത്ത പാർട്ടിക്കാർ തന്നെയായത്. മറ്റ് പാർട്ടിക്കാരെ കിട്ടുമ്പം അധികാരവും കൂടെ കൂട്ടി തകർക്കുക എന്ന് തീരുമാനിച്ചിരിക്കുക. പക്ഷേ അന്നത്തെ അടി കാര്യം ചെറുപ്പക്കാരുടെ മുതുകത്താ കൊടുത്തതെങ്കിലും കൊണ്ടത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ നെഞ്ചിനകത്താണ്. അതുകൊണ്ട് ജനം അന്ന് തന്നെ ഈ അടി ഓർത്ത് വെച്ചിരുന്നു. ഇത് തന്നെ ഒന്നുമല്ല, ഇതുപോലെ വേറൊരു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കുനിച്ചു നിർത്തി ഇടിക്കുന്ന വീഡിയോ വന്നിരുന്നു. അതും ജനത്തിൻ്റെ ഹൃദയത്തിലോട്ടാണ് ജനം ഏറ്റെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഏറ്റെടുത്ത ജനം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മറന്നില്ലെന്നുള്ളതാണ് ഭയങ്കരമായി പോയത്. അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ ആ തല്ലുകൊണ്ട MD തോമസ് എന്ന് പറയുന്ന യുവാവിനെ ജനം MLA ആക്കിയത്. ജനത്തിൻ്റെ പക നോക്കിക്കേ. ഒരു പരിധി വരെ ജനത്തിൻ്റെ കയ്യിൽ ഈ പോലീസുകാരെ കിട്ടിയായിരുന്നെങ്കിൽ ജനം കൈകാര്യം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതോ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ വണ്ടി അപകടം ഉണ്ടായതല്ലേ. അവിടെ വണ്ടി അപകടം ഉണ്ടായിടത്ത് മാല പറിക്കാൻ ചെന്നതാണ് ഇവർ അങ്ങനത്തെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ. ചെടിച്ചട്ടിയും ഹെൽമറ്റും അലുമിനിയം ലാത്തിയും അല്ലെങ്കിൽ ഫൈബറിൻ്റെ ലാത്തിയൊക്കെ വെച്ച് ഒരടിയോ രണ്ടടിയോ ഒന്നും അല്ല, ചുമ്മാ ചന്നം പിന്നെ അങ്ങോട്ട് അടിക്കല്ലേ. ജനം ഇന്ന് ഓർക്കുമ്പോൾ പല്ലിറുമ്പിയിരുന്ന് ഇത് കാണുന്നത്. ജനത്തിന് സഹിക്കാൻ കഴിയുന്നില്ലെന്നുള്ള സാധാരണക്കാർക്ക്. ഒരു മക്കളുള്ള മാതാപിതാക്കൾക്ക് ഒന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സൈസ് കീറാവന്മാർ കീറുന്നത്. ഈ നികുതിപ്പണം എടുത്ത് ഈ ശമ്പളവും മേടിച്ചിട്ട് ഇവന്മാർ ഇത് കൂട്ട് ചേട്ടത്തരം കാണിച്ചെങ്കിൽ ജനം മറക്കുമോ? ജനം ഇന്നും അത് ഇറുമ്മിക്കൊണ്ടായിരുന്നു കാണുന്നത്, പല്ലിറുമ്മിക്കൊണ്ടാണ് കാണുന്നത്. നിഷ്പക്ഷക്കാരായ ആളുകൾക്കെല്ലാം ഈ അന്വേഷണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് LDF ഭരണത്തിലിരുന്ന 10 വർഷം കൊണ്ട് ഉപദ്രവിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒത്തിരി പേരുണ്ട്. അതിലൊരു ആളിനെ തന്നെ വേണം ഇതിൻ്റെ തലപ്പത്ത് കൊണ്ട് വെക്കാൻ. മാന്യമായിട്ട് അങ്ങോട്ട് അന്വേഷിക്കട്ടെ. ദൃശ്യങ്ങൾ ഇത്രയും ലോകം മുഴുവൻ കണ്ടിട്ടും തെളിവില്ലത്ര. തെളിവുണ്ടാകുമെന്നറിയാം. ഇനി കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടും കോടതിക്ക് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതി ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടും എന്ത് അഹങ്കാരം മുറ്റിയിട്ടാണ് ഇവന്മാർ അത് വീണ്ടും അന്വേഷിക്കാതിരുന്നത്. ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷൻ നിൽക്കട്ടെ, ഗവൺമെൻറ്റിനോട് പറയട്ടെ, ഒരു വിട്ടുവീഴ്ച ഇവന്മാരുടെ കാര്യത്തിൽ ചെയ്യരുത്. ഇവന്മാർ ഇന്നും പല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കാണാം. അവന്മാരെ നിയമപരമായി ശിക്ഷിച്ച് അന്വേഷിച്ച് പേപ്പർ കൊടുത്ത് കോടതി കൊണ്ടുവന്ന്
ശിക്ഷിച്ച് അവന്മാർ ജയിലിൽ പോട്ടെ. ഒരു 4 എണ്ണം ജയിലിൽ കിടക്കുകയാണെങ്കിൽ മേലിൽ ഒരുത്തനും ഇത് കൂട്ട് ധൈര്യം കാണിക്കല, അവനവൻ്റെ ജോലിക്ക് അപ്പുറത്ത് ഇറങ്ങി ചെയ്യല. അത്രയ്ക്ക് രോഷമുണ്ട് പൊതുജനത്തിന് ഈ കാര്യത്തിൽ. ആരെ കണ്ടോണ്ടാണ് ഇവന്മാർക്ക് ഇത്രയും ധൈര്യം വന്നത്? ഇപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 99 സീറ്റ് ഉണ്ടായിരുന്നത് 35 എണ്ണമാക്കി കുറയ്ക്കാൻ ഇതൊരു പ്രധാന കാരണമായിരുന്നു. പലതും കാരണമാണ്, അതിലിത് പ്രധാന കാരണമായിരുന്നു. ഈ പുതിയ മുഖ്യമന്ത്രിയുടെ നടപടികളും പ്രഖ്യാപനങ്ങളും ഒക്കെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ പറയുക, 10 കൊല്ലം നശിച്ചു പോയല്ലോ എന്നുള്ള ഓർത്തുള്ള വിഷമമാണ്. ഓരോന്ന് ഓർക്കുമ്പോൾ ചോര തിളക്കുക എന്നാണ് ഓരോ വീട്ടമ്മമാർ പോലും പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലം കാണിച്ച കൊള്ളരുതായികയിൽ ഇനി പല കേസുകളും അന്വേഷിക്കാനുണ്ട്. ഈ ഒരു അടി മാത്രമൊന്നുമല്ല, പല അടികളും സ്റ്റേഷനിൽ പിടിച്ച് കുനിച്ചു നിർത്തി ഇടിച്ചതിൻ്റെ വീഡിയോ ഇറങ്ങിയതും ഒക്കെ അന്വേഷിക്കാനും ശിക്ഷിക്കാനും ഉണ്ട്. പോലീസിൻ്റെ ജോലി ചെയ്യട്ടെ, പാർട്ടി ഗുണ്ടയാകണ്ട. അതിവിടുത്തെ പൊതുജനത്തിൻ്റെ ഒരു വികാരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.